അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഫീഡ്ബാക്സൊക്കെ ഇവിടെ കമൻറ്റ് ബോക്സിൽ തന്നെ അറിയിക്കാനും മറക്കരുത്. കുറേ ഫ്രണ്ട്സൊക്കെ വാട്സപ്പിൽ വന്നിട്ടാണ് ഈ കമൻസൊക്കെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇവിടെ താഴെ തന്നെ അറിയിച്ചാൽ വളരെ ഉപകാരമായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ടൈം മുതൽ താഴെ തന്നെ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈസ് അബൌട്ട് ട്രൈയിങ് സംതിങ് ന്യൂ. അപ്പം ഞാൻ ഇന്ന് പിസ്സ ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തത്. എനിക്ക് പിസ്സ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം കുറേ പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും സക്സസ്ഫുൾ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഉണ്ടാക്കാൻ നല്ല ഇഷ്ടമാണ്. പിന്നെ മോനിക്ക് പിസ്സ ഭയങ്കര ഇഷ്ടമാണ്. അവൻ കുറേ ഡേയ്സായി പറയുന്നു. അപ്പോൾ ഞാൻ ലാസ്റ്റ് വ്ളോഗിൽ പറഞ്ഞ പോലെ തന്നെ ഞാനും ഹസ്ബൻഡും ചെറുതായിട്ടൊരു ഡയറ്റിലൊക്കെ ആയതുകൊണ്ട് കൺട്രോൾ ചെയ്ത് പിടിച്ച് നിൽക്കുകയാണ്. നമ്മൾ രണ്ടാളും ശരിക്കും നല്ല ഫുഡിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്ത് പിടിച്ച് വെക്കുന്നതുകൊണ്ട് തന്നെ പിസ്സ വാങ്ങണ്ടെന്ന് വിചാരിച്ചു. വാങ്ങിയാൽ എന്തായാലും നമ്മളും കഴിക്കും. വലിയ പിസ്സ ആണ് വാങ്ങുക. അപ്പോൾ ഞാൻ മോനിക്ക് മാത്രം ചെറിയ 2 പിസ്സ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഫസ്റ്റ് ടൈമായിട്ട് ക്രോസോൺ ട്രൈ ചെയ്യാൻ പോവാണ്. ഞാൻ അതിൻ്റെ കാര്യത്തിൽ അത്ര കോൺഫിഡൻ്റ് അല്ല, കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആവുകയെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ച് തന്നെ ആണല്ലോ. നമ്മളെ തന്നെ ബിലീവ് ചെയ്ത് നമ്മൾ ചാലഞ്ചസൊക്കെ ആക്സെപ്റ്റ് ചെയ്യുക, പുതിയ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുക. അതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പിസ്സ ഡോ റെഡിയാക്കി എടുക്കുകയാണ്. ഞാൻ മുന്നേ 1-2 വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു പിസ്സ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലൊക്കെ ഞാൻ നല്ലോണം ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് എല്ലാം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ ഫുൾ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ ഞാൻ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റൊക്കെ ഇവിടെ സൈഡിൽ കൊടുക്കാം. പിന്നെ പ്രീവിയസ് പിസ്സ ഉണ്ടാക്കുന്ന വീഡിയോ ലിങ്ക് ഞാൻ ഒന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഇവിടെ മുകളിൽ കൊടുക്കാം. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പിസ്സ മേക്കിംഗ് കാണണമെങ്കിൽ അത് പോയിട്ട് കാണാം. എനിക്കെപ്പോഴും ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ് പിസ്സ ഡോ എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ ലൈഫ് പോലെയാണെന്ന്. കാരണം അതിന് ടൈമും പേഷ്യൻസും കെയറും ഒക്കെ വേണം ഒന്ന് റൈസായി കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ചില ടൈമിൽ ചില കാര്യങ്ങളൊക്കെ റഷ് ചെയ്യാറുണ്ട് അല്ലേ. പക്ഷേ നമുക്ക് എപ്പോഴും ബെസ്റ്റ് റിസൾട്ട് കിട്ടുക നമ്മൾ ആ ഒരു പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്ത് അതിനെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈമൊക്കെ കൊടുക്കുമ്പോഴായിരിക്കും. ഞാൻ എപ്പോഴും പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്ന സ്റ്റെപ്സ് ഉണ്ട്. അത് ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാറില്ല. ഞാൻ ഫസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ തന്നെയാണ്. ഞാൻ അന്നൊരു ചെറിയ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബുക്ക് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ. എന്നിട്ട് ആ ഒരു സ്റ്റെപ്സ് തന്നെയാണ് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുക. ഞാൻ എപ്പോഴും പുതിയതായിട്ട് ഒരു ഐറ്റം ട്രൈ ചെയ്താൽ അത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ അതിൻ്റെ മെത്തേഡും ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ചെറിയൊരു ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കും. ഇപ്പോൾ ഫോണൊക്കെ ഉണ്ടെങ്കിലും ഞാൻ എനിക്ക് ശരിക്കും എഴുതി വെക്കുമ്പോൾ അത് നല്ല എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാൻ ചെറിയൊരു ബുക്കിൽ അതെപ്പോഴും നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ സക്സസ്ഫുൾ ആവുന്നത് മാത്രമാണ് ഞാൻ നോട്ട് ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ പിന്നെയും വീഡിയോ തപ്പി കണ്ടുപിടിച്ച് നമ്മൾ ചിലപ്പോൾ ഒരു പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ടായിരിക്കും നെക്സ്റ്റ് ടൈം അത് ഉണ്ടാക്കുക. അപ്പോഴേക്കും നമ്മളോട് എല്ലാ കാര്യവും മെത്തേഡും ഇൻഗ്രീഡിയൻസും എല്ലാം മറന്നു. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇത് നല്ലോണം ഹെൽപ്പ് ചെയ്യും. പിന്നെ ഫ്ലോപ്പ് ആവുന്നതാണെങ്കിൽ ഞാൻ എഴുതി വെക്കാറില്ല. അപ്പം ഞാൻ നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യുമ്പോൾ പുതിയൊരു വീഡിയോ കണ്ട് പുതിയൊരു മെത്തേഡിൽ അത് ട്രൈ ചെയ്ത് നോക്കും. പിസ്സ ഉണ്ടാക്കുമ്പോൾ ശരിക്കും മെയിൻലി ശ്രദ്ധിക്കേണ്ടത് ഈ ഡോൻ്റെ റൈറ്റ് കൺസിസ്റ്റൻസിയാണ്. അത് ശരിക്കും കുറച്ചൊരു സ്റ്റിക്കി ആവണം. പക്ഷെ കൂടുതൽ സ്റ്റിക്കായിട്ട് നമ്മളെ കയ്യിലൊന്നും പറ്റിപ്പിടിക്കാനും പാടില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണമെങ്കിൽ പൊടി ആഡ് ചെയ്യണമെങ്കിൽ പിന്നെയും പൊടി ആഡ് ചെയ്യുക, അല്ലെങ്കിൽ വെള്ളം ആഡ് ചെയ്യണമെങ്കിൽ വെള്ളം ആഡ് ചെയ്യുക. അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത്. പിന്നെ കുറേയൊക്കെ ഡോ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും സർഫസ് കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്തിട്ട് അവിടെ, അല്ലെങ്കിൽ വലിയ വട്ടമുള്ള ബോള് അല്ലെങ്കിൽ കട്ടിംഗ് ബോർഡിൻ്റെ മുകളിൽ അങ്ങനെയൊക്കെ വെച്ചിട്ട് നീഡ് ചെയ്യുമ്പം കുറച്ചും കൂടിയും കംഫർട്ടബിളും ആയിരിക്കും, നല്ലോണം നീഡ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഞാനിപ്പോൾ കുറച്ചാണ് ഡോ, ഞാൻ പറഞ്ഞ പോലെ മോനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് ആക്കുന്നത്. അപ്പോൾ കുറച്ച് ഡോ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഈ ബോളിൽ വെച്ചിട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ കുറച്ച് വലിയ കണ്ടെയ്നറിലോ അല്ലെങ്കിൽ വലിയ ഒരു കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ചിട്ട് നീഡ് ചെയ്യുമ്പോൾ നല്ല എഫക്റ്റീവായിട്ട് നമുക്ക് നീഡ് ചെയ്യാൻ പറ്റും. ഈ ഡോ പോലെ തന്നെ നമുക്കെല്ലാവർക്കും റൈസ് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. നമുക്കിപ്പോൾ എത്ര ഫ്ലാറ്റായിട്ട് കാര്യങ്ങളൊക്കെ തോന്നിയാലും നമ്മളെ പേഷ്യൻസും എഫേർട്ടും ഒക്കെ കൊണ്ട് നമുക്ക് എന്തൊരു കാര്യവും അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നീഡ് ചെയ്തിട്ട്, എന്നിട്ട് നമുക്ക് കവർ ചെയ്തിട്ട് കുറച്ച് സമയത്തേക്ക് മാറ്റി വെക്കാം.
അപ്പോൾ ഇനി അടുത്തത് ഇന്നത്തെ ഒരു പരീക്ഷണമാണ്. ക്രോസോൺ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് ഞാനൊരു ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശമൊക്കെ എനിക്ക് പിസ്സ ഡോ പോലെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കറക്റ്റ് മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്തായാലും ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് അറിയാൻ പറ്റും ഇത് സക്സസ്ഫുൾ ആയോ ഇല്ലയെന്ന്. സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല എന്തായാലും. അതുകൊണ്ട് തന്നെ മിസ്റ്റേക്ക് പറ്റിയാലും ദാറ്റ്സ് ഓക്കെ, ഇറ്റ്സ് പാർട്ട് ഓഫ് ലേണിംഗ് ആൻഡ് ഗ്രോയിങ്. സത്യം പറഞ്ഞാൽ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുമ്പോഴാണ് ലൈഫ് എക്സൈറ്റിംഗ് ആവുന്നത്. എനിക്ക് ശരിക്കും ഞാനൊരു ലേസി പേഴ്സൺ തന്നെയാണ്. എനിക്ക് ഡെയിലി ഇങ്ങനെ ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്നത് ശരിക്കും ഭയങ്കര ബോറിങ് തന്നെയാണ്. പക്ഷെ എനിക്കിങ്ങനെ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ അത് ഭയങ്കര എക്സൈറ്റിംഗുമാണ്. എനിക്കിഷ്ടമാണ് പുതിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പുതിയ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണെങ്കിലും ചെറിയൊരു പേടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ. അത് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിലല്ല കേട്ടോ, വേറെ കാര്യങ്ങളിൽ ആണ് ഞാൻ പറഞ്ഞത്, വേറെ സിറ്റുവേഷൻസിലാണ് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് ഫെയിൽ ആവുമോ എന്നുള്ള പേടിയാണ് ഇതിനൊക്കെ റീസൺ. ആ ഒരു കാര്യത്തിൽ എന്നെ മോട്ടിവേറ്റ് ചെയ്ത ഒരു കോട്ടാണ് എവറി എക്സ്പേർട്ട് വാസ് വൺസ് എ ബിഗിനർ എന്നുള്ള ഒരു കോട്ട്. പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിലും ദാറ്റ്സ് ഓക്കെ. എപ്പോഴും എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത് ഫുള്ള് പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരും കാര്യങ്ങളൊക്കെ ആയിരിക്കും. കുറേയൊക്കെ അവർ ട്രൈ ചെയ്ത് ലാസ്റ്റ് പെർഫെക്റ്റ് ആവുന്ന ഒരു ടൈമിലായിരിക്കും നമ്മളെ കാണിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയി എന്നും ഉള്ള പ്രിറ്റൻഡ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. നമ്മൾ കാണും പോലെ ഒന്നും ആയിരിക്കില്ല ചിലപ്പം റിയാലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ഡോ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ ടൈം കൊണ്ട് കുറച്ച് ക്ലീനപ്പ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഹെൽപ്പർ ഉണ്ട് കേട്ടോ. വേറെ ആരുമല്ല, എൻ്റെ മോൻ തന്നെയാണ്. അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്കും തോന്നിയിട്ടുള്ളത് കുട്ടികളൊക്കെ ഇങ്ങനത്തെ ചെറിയ ടാസ്കിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ്. അവർക്ക് ഇങ്ങനത്തെ കുറച്ച് ടാസ്കൊക്കെ കൊടുക്കണം എന്നാണ്. ഫണ്ണായിട്ട് തന്നെ അവർ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് ഫണ്ണും ആയിരിക്കും, പിന്നെ മീനിങ് ഫുള്ളും ആണ്. അതുകൊണ്ട് അവനക്കിപ്പോൾ എല്ലാ ഡേയ്സും ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് ക്ലീനപ്പ് കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് എന്ന് പറയാൻ കാരണം ഇതിപ്പോൾ ഒരു ഹാഫ് ആൻ അവർ, മാക്സിമം പോയാൽ ഒരു ഹാഫ് ആൻ അവർ ഇത്ര ക്ലീനായിട്ട് കിടക്കും. അത് കഴിഞ്ഞാൽ പിന്നെയും ടോയ്സൊക്കെ പുറത്തുണ്ടാവും, കളിക്കും. അങ്ങനെയൊക്കെ തന്നെയാണ്. ഇതിങ്ങനെ സെക്കൻഡ് റൗണ്ട് ഉണ്ടാവും, ചിലപ്പോൾ തേർഡ് റൗണ്ട് ഉണ്ടാവും. അങ്ങനെയൊക്കെ തന്നെയാണ് ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ. അപ്പം ഫസ്റ്റ് ടൈം ക്ലീൻ ചെയ്തിട്ട് അതങ്ങനെ തന്നെ കിടക്കുകയാണെങ്കിൽ അതൊന്നെങ്കിൽ അവൻ ഉറങ്ങണം, അല്ലെങ്കിൽ അവൻ സ്കൂളിൽ പോകണം. ഇങ്ങനെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ക്ലീൻ ചെയ്തിട്ട് അതേപോലെ തന്നെ കിടക്കുള്ളൂ. ബട്ട് ഇറ്റ്സ് ഓക്കെ, അവർക്ക് കളിക്കാനുള്ളതാണ് ടോയ്സ്. അവർ കളിച്ച് കഴിഞ്ഞാൽ എടുത്തു വെക്കണമെന്ന് ഞാൻ പറയുകയും ചെയ്യും. അപ്പോൾ ചില സമയത്ത് അവനക്കും മടിയാണ് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട്. ചില സമയത്ത് എനിക്ക് ഇറിറ്റേറ്റഡ് ആവുകയും ചെയ്യും. ചില സമയത്ത് അവൻക്ക് ഇറിറ്റേറ്റഡ് ആവും ക്ലീനാക്കി വെക്കാൻ വേണ്ടി പറയുമ്പം. പക്ഷെ അതൊക്കെ ഓക്കെയാണ്. നമ്മളെല്ലാവരും പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള നെഗറ്റീവ്സും ഉണ്ട്, പോസിറ്റീവ്സും ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ എല്ലാ വീട്ടിലും ചിലപ്പോൾ നടക്കുന്ന കാര്യങ്ങളായിരിക്കും ഇതൊക്കെ. അങ്ങനെ ലഞ്ച് ടൈം ആവാനായി. ഞാൻ ഈ പിസ്സ ഡോ ഒക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ തന്നെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. മോനിക്ക് മാത്രമാണ് ചോറ് കൊടുക്കുന്നത്. ഞാൻ സാലഡാണ് കേട്ടോ കഴിക്കുന്നത്. ലാസ്റ്റ് വ്ളോഗിൽ ഒരു ബ്രോക്കലി ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സാലഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് എൻ്റെ 2-3 ഫ്രണ്ട്സ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ അത് ഇന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാണ്. അതാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ട് പോവാം. സിമ്പിളായിട്ടുള്ള ഒരു സാലഡാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം ഞാൻ അതിന് എടുക്കാറുള്ളത് ബ്രോക്കലി ഉള്ള വെജിറ്റബിൾസിനനുസരിച്ചാണ് കേട്ടോ. പക്ഷേ ബ്രോക്കലിയും മഷ്റൂമും ഒക്കെ ഇട്ടാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇന്ന് ബ്രോക്കലി ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്, മഷ്റൂം ഉണ്ട്, പിന്നെ കുറച്ച് ക്യാപ്സിക്കം ഉണ്ട്. അപ്പം ഞാൻ ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ചിക്കനും കൂടെ. ഫസ്റ്റ് തന്നെ ബ്രോക്കലിയും കോളിഫ്ലവറും കൂടെ ഞാൻ കട്ട് ചെയ്തിട്ട് നല്ലോണം വാഷ് ചെയ്ത് ഒന്ന് തിളച്ച വെള്ളത്തിലിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ സാധാരണ നമ്മളാക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നല്ലോണം ബോയിലിംഗ് വാട്ടറിൽ ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുക. ഇന്ന് ഞാൻ കുറച്ച് കൂടുതൽ ടൈം വെക്കുന്നുണ്ട്. കുറച്ച് നേരം ഒന്ന് അത് കുക്കാവുന്നെങ്കിൽ കുക്കായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. കാരണം ഞാൻ ഉണ്ടാക്കുന്നത് ഓയിൽ കുറച്ചിട്ടാണ്. സാധാരണ ഞാൻ മുന്നേ ഉണ്ടാക്കാറുള്ളത് ബട്ടർ ഇട്ടിട്ടാണ്. ഓരോന്നും ബട്ടർ വെച്ചിട്ട് സോട്ട് ചെയ്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അതാണ് ശരിക്കും നല്ല ടേസ്റ്റ്. പക്ഷേ ഡയറ്റിങ്ങിലാവുന്നവർക്ക് ഇത് ശരിക്കും ബട്ടർ ഒഴിവാക്കിയിട്ട് കുറച്ച് ഒലീവ് ഓയിൽ, അത് ഒലീവ് ഓയിലൊക്കെ ശരിക്കും ഇത്രയും കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് ഞാൻ ഇത് ശരിക്കും
ഡയറ്റിങ്ങിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് കേട്ടോ ഞാൻ ഹെൽത്തിഫൈ എന്ന് പറഞ്ഞ ഒരു ആപ്പിൽ ഇത് ചെയ്യുന്നുണ്ട്, ലോഗിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഓരോ ടൈമിലും എത്ര കാലറിയാണ് കഴിക്കേണ്ടതെന്ന് കാണിക്കും. അപ്പോൾ ഓരോ ഐറ്റംസും നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അവർ അത് എത്ര കാലറിയാണെന്നുള്ളത് കാണിക്കും. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ എടുക്കുന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ ഒലിവ് ഓയിലാണ് എടുത്തത്. അപ്പോൾ അതിൽ ഞാൻ ഇതൊക്കെ ഒന്ന് ആദ്യം മഷ്റൂമും ക്യാപ്സിക്കവും സോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഡയറ്റിങ്ങിലൊന്നല്ല എങ്കിൽ ബട്ടറിൽ ഇതൊക്കെ നല്ലോണം സോട്ട് ചെയ്ത് എടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഒലിവ് ഓയിൽ സോട്ട് ചെയ്തെടുക്കുകയാണ്. പെപ്പറും സോൾട്ടും മാത്രമാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ തന്നെ പിസ്സയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി മുറിച്ചിട്ടുണ്ടായിരുന്നു, അതും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് സോട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഓയിൽ കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്താൽ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ സാലഡിന് വേണ്ടിയിട്ടുള്ളത് വേറെയും പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ളത് വേറെയും ആയിട്ട് മാറ്റി വെക്കുകയാണ്. അടുത്തത് ചിക്കന് ഓയിലൊന്നും ഇടാതെ ജസ്റ്റ് പാനിലേക്ക് ഇട്ടാൽ നേരത്തെ മഷ്റൂം സോട്ട് ചെയ്ത പാനിലേക്ക് തന്നെ ചിക്കൻ ഇട്ട് സോൾട്ടും പെപ്പറും കുറച്ച് ഗാർലിക് പൗഡറും ഇട്ടിട്ടാണ് ചിക്കൻ കുക്ക് ചെയ്യുന്നത്. ജസ്റ്റ് ചിക്കൻ ഒന്ന് കവർ ചെയ്തിട്ട് കുക്ക് ചെയ്താൽ മതി. അതിൽ നിന്ന് തന്നെയുള്ള ഓയിലൊക്കെ റിലീസായിട്ട് അത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത പോലെ തന്നെ അതേപോലെ തന്നെ ആയിട്ട് വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയറ്റിങ്ങിലൊന്നും അല്ലെങ്കിൽ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസോ ഏതെങ്കിലും എടുത്തിട്ട് ബ്രസ്റ്റ് പീസ് എടുക്കുമ്പോഴാണ് കുറച്ചും കൂടി സിമ്പിൾ. എൻ്റെ കയ്യിൽ ഇതാണ് ഉള്ളത്, അതുകൊണ്ട് ഞാൻ ഇതെടുത്തത്. ബട്ടറിൽ ഇട്ടിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്താൽ അത് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഓയിലൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ബ്രോക്കലിയും കോളിഫ്ലവറും ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് ആ വെള്ളത്തിൽ കിടന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടിട്ട് വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഒന്ന് കുക്കാവുന്ന ടൈമുണ്ട് ഞാൻ ക്രോസോണിലുള്ള ബാക്കി പരിപാടികൾ നോക്കുകയാണ്. അപ്പോൾ അതിന് ബട്ടർ വേണം. കുറച്ച് ബട്ടർ എടുത്തിട്ട് ജസ്റ്റ് ഒരു ബട്ടർ പേപ്പറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് നല്ലോണം റോൾ ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. ബട്ടർ ക്രോസോണാണ് ഉണ്ടാക്കുന്നത്. ഞാൻ വീഡിയോയിൽ കണ്ടത്ര സിമ്പിൾ അല്ലെങ്കിലും ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ അതാക്കിയെടുത്തു. ഞാൻ കണ്ട റെഫറൻസ് വീഡിയോയിൽ നല്ല പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനൊരു വിധം അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് പറ്റുന്നൊരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതാ ചിക്കനൊക്കെ നല്ലോണം കുക്കായിട്ടുണ്ട്. ശരിക്കും കണ്ട് ഓയിലൊന്നും ഇല്ലെങ്കിലും അതിൽ നിന്ന് ഓയിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത പോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഞാൻ നോ ഓയിൽ നമ്മൾ ഡയറ്റൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഓയിലില്ലാണ്ട് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് റിയലൈസ് ആവുന്നത് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ നമ്മൾ ശരിക്കും നല്ല വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലൊക്കെ ഇട്ടിട്ട് ആണ് പൊരിച്ചെടുക്കൽ. അപ്പോൾ ഇങ്ങനെ എടുത്താലും ടേസ്റ്റും ആണ് കേട്ടോ, നല്ല ടേസ്റ്റും ആണ്. ഇതിന് പകരം വേണമെങ്കിൽ ചിക്കൻ ഒന്ന് ബോയിൽ ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ. കുറച്ച് വെള്ളത്തിൽ ആ വെള്ളം ഒന്ന് വറ്റുന്നവരെ ബോയിൽ ചെയ്തിട്ട് എടുത്താലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഫുള്ള് വെള്ളം വറ്റുന്നവരെ ആക്കണം. ജസ്റ്റ് ആ വെള്ളത്തോടു കൂടെ ബോയിൽ ചെയ്തെടുത്താൽ ആ ചിക്കനിലേക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്നും പിടിക്കില്ല. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉപ്പാണ്. എപ്പോഴും അങ്ങനെ ആക്കുമ്പോൾ ഉപ്പ് കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ വെള്ളം വറ്റി വരുമ്പോൾ അതിലുള്ള ഉപ്പൊക്കെ ചിക്കനിലേക്ക് ഭയങ്കരമായിട്ട് കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ബ്രോക്കലിയും കോളിഫ്ലവറും അതിലൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടൈം കൊണ്ട് ഞാൻ ക്രോസോണിനുള്ള ഡോ ഒന്ന് നല്ലോണം റോൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ലോണം റോൾ ചെയ്തെടുത്തിട്ട് ഭയങ്കര തിന്നൊന്നും ആവണമെന്നില്ല, ജസ്റ്റ് ഒന്ന് നല്ലോണം റോൾ ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ റോൾ ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടർ ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ബട്ടർ പേപ്പർ മറിച്ചിട്ട് വെച്ച് കൊടുത്താൽ മതി. നല്ലോണം അതിൻ്റെ മുകളിൽ സ്റ്റിക്കായിട്ട് വന്നോളൂ. കുറച്ചൊക്കെ ബട്ടർ പേപ്പറിന്മേൽ സ്റ്റിക്കായി പോയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ വടിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു നൈഫ് കൊണ്ട് ജസ്റ്റ് ഒന്ന് സ്ക്രാപ്പ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ രണ്ട് സൈഡ് പിന്നെയും ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുക. അങ്ങനെ റോൾ ചെയ്തിട്ട് പിന്നെ നെക്സ്റ്റ് ഓപ്പോസിറ്റ് സൈഡ് ഫോൾഡ് ചെയ്തിട്ട് പിന്നെയും റോൾ ചെയ്തെടുക്കുക. അങ്ങനെ ഇത് ശരിക്കും ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഫോൾഡ് ചെയ്ത് കുറേ ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ബട്ടർ ഇട്ടുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഡിഫിക്കൽട്ടായിരുന്നു ഇതൊന്ന് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ചില സമയത്ത് ബട്ടറൊക്കെ പുറത്തേക്ക് വരും,
അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാനൊരു ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ട് റോൾ ചെയ്തെടുത്ത് എന്നിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പറിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ഫോൾഡ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ശരിക്കും ഈ ഒരു പ്രോസസ്സിലാണെന്ന് തോന്നുന്നു ഇതിൻ്റെ മെയിൻ കാര്യം കിടക്കുന്നത്. നമ്മൾ എത്ര ഫോൾഡ് ചെയ്യുന്നോ അത്രത്തോളം ലേയേഴ്സ് വരും. അപ്പോൾ ലേയേഴ്സ് വരുന്നതിനനുസരിച്ചാണ് ഒരു ക്രോസോൺ എപ്പോഴും നല്ല അടിപൊളി ടെക്സ്ചറിൽ കിട്ടുക. അപ്പോൾ നമ്മൾ മാക്സിമം ലേയേഴ്സ് ആക്കാൻ നോക്കുക, മാക്സിമം ഫോൾഡ് ചെയ്തിട്ട് ലേയേഴ്സ് ആക്കാൻ നോക്കുകയാണ് വേണ്ടത്. അപ്പോൾ എനിക്ക് കഴിയുന്ന അത്ര ഇതാക്കിയിട്ട് കഷ്ടപ്പെട്ട് ഞാൻ ലേയേഴ്സൊക്കെ ആക്കി എടുക്കുന്നുണ്ട്. ഞാൻ കഷ്ടപ്പെട്ട് ഇനി കാര്യമുണ്ടോ എന്നുള്ളത് ഫൈനൽ ലുക്കിൽ കാണാം. ഇത് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി ഡിസൈഡ് ചെയ്തതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ മോൻക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രോസോൺ. അപ്പോൾ അവൻ പുറത്തു പോയാൽ അധികവും വാങ്ങും. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വ്ലോഗിൽ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങളൊന്നും അവൻ ഫുള്ള് കഴിക്കില്ലാന്ന്. പക്ഷേ ഇതൊക്കെ കൊണ്ടുപോയാൽ അവൻ നല്ലോണം കഴിക്കും. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. പുറത്തുനിന്ന് വാങ്ങുന്നതിലും കുറച്ച് എനിക്ക് ഉണ്ടാക്കാൻ സിമ്പിളാണെങ്കിൽ അത് ഉണ്ടാക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സക്സസ്ഫുൾ ആണെങ്കിൽ ഞാൻ വീണ്ടും ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. മോൻക്ക് ചോറും വെജിറ്റബിൾസും ചിക്കനും തൈരൊക്കെയാണ് കൊടുത്തത്. ഞാൻ സാലഡാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞ സാധനങ്ങളൊക്കെ സോർട്ട് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് മാക്രോണി ഞാൻ കുക്ക് ചെയ്ത് വെച്ചതുണ്ടായിരുന്നു. അത് കുറച്ചാണ് ഇടുന്നത്. 2 ടേബിൾ സ്പൂണൊക്കെയാണ് ഇടുന്നത്. ബാക്കി ആ വെജിറ്റബിൾസ് തന്നെയാണ് ഉള്ളത്. ബ്രോക്കലിയും മഷ്റൂമും കോളിഫ്ലവറും പിന്നെ കുറച്ച് ക്യാപ്സിക്കം ഉണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഗ്രീൻ ഒലീവ്സും ഇടുന്നുണ്ട്. ഡയറ്റിങ്ങിലൊന്നും അല്ലെങ്കിൽ ഇതൊക്കെ ബട്ടറിൽ സോട്ട് ചെയ്ത് അതിൽ വൈറ്റ് ക്രീമൊക്കെ ആഡ് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, അങ്ങനെ പാസ്ത പോലെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ട്യൂഷൻ ടൈമാണ്. ട്യൂഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ പിസ്സ ഉണ്ടാക്കാൻ വേണ്ടി പോയി. പിസ്സൻ്റെ ടോപ്പിങ്സൊക്കെ ആഡ് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്ത് പറ്റിയെന്ന് അറിയില്ല, വീഡിയോ നോക്കിയപ്പോൾ ഫുള്ള് ബ്ലാക്ക് ആയിട്ടാണ് കാണുന്നത്. എന്തായാലും പിസ്സൻ്റെ ടോപ്പിങ്സ് ആഡ് ചെയ്യുന്ന കാര്യത്തിൽ അങ്ങനെ ഈ മെത്തേഡ് വേണം, റൈറ്റ് ഓർ റോങ് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിങ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ബേസിക് ആയിട്ടുള്ള ടോപ്പിങ്സാണ് ഇന്നിട്ടിട്ടുള്ളത്. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമുക്ക് ലൈഫിനോടുള്ള അപ്രോച്ചാണ്. നമ്മൾ വേറെ ഒരാളുടെ റെസിപ്പിയൊന്നും ഫോളോ ചെയ്യണമെന്നില്ല. നമുക്ക് സ്വന്തമായിട്ട് എക്സ്പെരിമെൻ്റൊക്കെ ചെയ്ത് ആഡ് ചെയ്ത് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ അതാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇനി ക്രോസോണിനുള്ളത് റോൾ ചെയ്തെടുക്കുകയാണ്. നേരത്തെ ഫോൾഡ് ചെയ്ത് വെച്ചത് ഒന്നും കൂടെ റോൾ ചെയ്ത് പിന്നെയും ഫോൾഡ് ചെയ്ത് റോൾ ചെയ്ത് അങ്ങനെ ആ സ്റ്റെപ്സ് കുറച്ച് ടൈംസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് പെർഫെക്റ്റ് ലെയർ കിട്ടാമെന്നാണ് ഞാൻ കണ്ട റെഫറൻസ് വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കട്ടിംഗ് ബോർഡിൽ നിന്ന് കുറച്ച് ഇതാക്കി റോൾ ചെയ്യുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അവിടെ ഇട്ടിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. റോൾ ചെയ്തതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ എനിക്ക് ഫസ്റ്റ് ടൈം ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്തിട്ട് ഞാൻ അങ്ങനെ തന്നെ ഒരു ലെയർ എടുത്തിട്ട് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. പക്ഷേ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ ഓരോന്നോരോന്നും കട്ട് ചെയ്തെടുത്തിട്ട് ആ ഓരോ പീസസും ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോഴാണ് കറക്റ്റ് ഷേപ്പ് കിട്ടുക. അപ്പോൾ എനിക്ക് ഓരോ ഷേപ്പ് ഓരോന്ന് പോലെയാണ് കിട്ടിയത്. ഫസ്റ്റ് കിട്ടിയതൊക്കെ ശരിക്കും എന്തൊക്കെയോ ഷേപ്പാണ്. അപ്പോൾ ലാസ്റ്റേക്ക് ആയപ്പോൾ കുറച്ച് ശരിയായിട്ട് വന്നത്. അങ്ങനെ ട്രൈ ചെയ്ത് കുറച്ച് ശരിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ ഷേപ്പിൽ തന്നെ എല്ലാം റെഡിയാക്കി ഇങ്ങനെ ട്രേയിൽ വെക്കുന്നുണ്ട്. ഇനി ഒരു എഗ്ഗ് മിക്സ് ചെയ്ത് വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇത് ബേക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ ഇതിൻ്റെ ടോപ്പിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട്. അത് നല്ലോണം മിക്സ് ചെയ്ത് അതിലേക്ക് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ശരിക്കും നമ്മൾ പഫ്സൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പഫ്സ് ഉണ്ടാക്കുമ്പോഴും ഇങ്ങനത്തെ ഏകദേശം ഈ ഒരു പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഏകദേശം അതേപോലൊക്കെ തന്നെയാണ് ഇതും ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ ആദ്യത്തെ ബാച്ച് പിസ്സൻ്റെ കൂടെ 2 ക്രോസോൺ കൂടെ നല്ല കറക്റ്റ് ഇതായോന്ന് നോക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. ഷേപ്പൊക്കെ ഓരോ ഷേപ്പിലാണെങ്കിലും സംഭവം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. കണ്ടില്ലേ, സംഭവം നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് വെക്കുകയാണ്.
ഷേപ്പിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഷേപ്പ് ഇനി നന്നാക്കി എടുക്കണം, ഓരോ പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് റെഡിയാക്കി എടുക്കേണ്ടി വരും. ഇതിൽ ലാസ്റ്റേക്ക് ചെയ്തതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഷേപ്പാണ് കിട്ടിയത്. ഫസ്റ്റ് ആയതൊക്കെ ജസ്റ്റ് വെറും ഫ്ലോപ്പാണ് ഷേപ്പിൻ്റെ കാര്യത്തിന് നോക്കിയാൽ. പക്ഷെ ടേസ്റ്റ് എല്ലാത്തിനും സെയിം തന്നെയാണ്. എന്നാലും ആ ഒരു ഷേപ്പ് കിട്ടുമ്പോഴാണ് കംപ്ലീറ്റ് സാറ്റിസ്ഫൈഡ് ആവുക. നെക്സ്റ്റ് ടൈം ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കണം കറക്റ്റ് ഷേപ്പിൽ കിട്ടുമോ എന്നുള്ളത്. അപ്പം ഞാൻ ഇവിടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ കോമൻറ്റ് ബോക്സിൽ തന്നെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ, ബൈ.